ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് ഒരു അടിപൊളി വെറൈറ്റി ടൈപ്പിലൊരു സ്ക്രഞ്ചിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കട്ട് പീസ് തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ വേസ്റ്റഡ് കളയുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പഴയ ഉപയോഗിക്കാതിരിക്കുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തുണി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ നീളം എന്ന് പറഞ്ഞേക്കുന്നത് 3 ഇഞ്ച് വീതിയും 27 ഇഞ്ച് നീളവുമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഇത്രയും നീളമെങ്കിലും നമുക്ക് വേണം. അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടത് മടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ വേണം നന്നായിട്ട് മടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് ഇതിപ്പോൾ ഒരു പരുപരുത്തൊരു തുണിയാട്ടോ, കാരണം ഇത് അടങ്ങിയിരിക്കത്തില്ല ഈ തുണി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ അരികു ഭാഗത്തായിട്ട് നമ്മൾ ജസ്റ്റ് കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തയ്യൽ മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു 3-4 സ്ക്രഞ്ചിയൊക്കെ നമുക്ക് ഒറ്റ ഇരിപ്പിന് 10 സ്ക്രഞ്ചി നമുക്ക് ഒറ്റ ഇരിപ്പിന് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ടൈപ്പിലുള്ള ക്ലോത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. സാറ്റിൻ ക്ലോത്തുകൾ, അതുപോലെ തന്നെ അങ്ങനെ ഡിസൈനർ ക്ലോത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ടെക്സ്റ്റൈലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ നോക്കി റേറ്റൊക്കെ നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ഇലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ സാധാരണ സ്റ്റേഷനറി ഷോപ്പിലും ഈ ടൈലറിങ് മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന അങ്ങനത്തെ കടകളിലും സാധാരണ ഇവിടെ എല്ലാ കടകളിലും കിട്ടുമെന്ന് തോന്നുന്നു. ഞാനിവിടെ എൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഈ ഇലാസ്റ്റിക്. എന്നിട്ട് നമ്മളൊരു സേഫ്റ്റി പിൻ കുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കയറ്റിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ എൻഡ് പോർഷന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രഞ്ചി ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ ഒരു സ്ക്രഞ്ചിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ വുഡൻ ബീഡ്സ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുറുക്കി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു പോർഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊന്തി നിൽക്കുന്ന നൂലുകളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നടുക്കൂടെ നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സൂചി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് സൂചിയും നൂലും വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തയ്ച്ചെടുക്കുക. അതാണ് നടുക്കൂടെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ആ സ്ക്രഞ്ചി എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോർഷനിൽ ജസ്റ്റ് നമ്മളെ കൂട്ടിക്കെട്ടിയ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് അതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കൈവച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ ആ ഒരു തയ്ച്ചാന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും തുണിയൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ഡിസൈനുള്ള സ്ക്രഞ്ചി സെറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.